ഹലോ ഹായ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ സാധനങ്ങളൊക്കെ കടയിൽ കൊടുത്തു കഴിഞ്ഞു. സന്ധ്യയായിട്ടോ. അപ്പോൾ കച്ചവടം ഏകദേശമൊക്കെ കഴിഞ്ഞു. ബാക്കി കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ സാധനങ്ങൾ കൊടുക്കുന്ന എല്ലാ കടകളിലൊന്നും പോകാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ജോലി കഴിഞ്ഞ് വൈകിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സന്ധ്യ ആയതുകൊണ്ട് കുറച്ച് കടകളിൽ കൊടുത്തു. ഇനിയിപ്പം പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. അങ്ങനെ ഞാൻ കവർ മേടിക്കാനായിട്ട് പോയതാണ് കേട്ടോ. കവറിനൊക്കെ നല്ല ചാർജ് കൂടി. ഇനി എങ്ങനെ പാക്ക് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഓൾറെഡി സാധനങ്ങളൊക്കെ വില കൂടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ഇപ്പോൾ കവറും കൂടെ റേറ്റ് കൂടിയിരിക്കുകയാണ്. യുദ്ധം കാരണമാണ് റേറ്റ് കൂടിയതെന്നാണ് പറയുന്നത്. 1 കിലോ കവറിന് 165 രൂപയായിരുന്നു കേട്ടോ ഞാൻ മേടിക്കുന്ന കവറിൻ്റെ റേറ്റ്. അപ്പോൾ അത് ഇപ്പോൾ ആ ഒരു കവറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 235 രൂപയാണ്. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം. 1 കിലോ കവറിൻ്റെ പുറത്ത് 70 രൂപയാണ് കേട്ടോ കൂടിയിരിക്കുന്നത്. എന്താ അല്ലേ, യുദ്ധം നടക്കുന്നത് അവിടെയും സാധനങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ ലോക്ക്ഡൗൺ വരാൻ പോകുന്നു. അങ്ങനെ പല എന്തൊക്കെ ആയിത്തീരുമെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് വേറൊരു ഷോപ്പിൽ വന്നതാട്ടോ. മിഠായികളും കടല ഐറ്റംസുമാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നാണ് കടലകളൊക്കെ എടുക്കുന്നത്. ഈ കാണുന്നത് തേൻ മിഠായിയാണ്. ഇത് ജാറിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ തന്നെ പാക്കറ്റിൽ വരുന്ന മിഠായി ഉണ്ട്. ഒരു ബോർഡ് ഐറ്റം നമ്മൾ 65 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. എല്ലാ ഐറ്റംസും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് റേറ്റ് കൂട്ടാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ അതൊരു ഫിക്സഡ് റേറ്റായി. എല്ലാവരും കൊടുക്കുന്ന റേറ്റിലാണ് എനിക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കവറിനാണെങ്കിൽ റേറ്റ് കൂടി, സാധനങ്ങൾക്കെല്ലാം റേറ്റ് കൂടി. ഇങ്ങനെ ആയാൽ നമ്മൾ എങ്ങനെയാണ് കച്ചവടം ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യാൻ എടുത്ത ഐറ്റംസൊക്കെ ബില്ലിട്ടിട്ട് കണ്ട് എൻ്റെ സെഞ്ചിയിൽ അടുക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്നത് എൻ്റെ ഒരു കുഞ്ഞു ഫോളോവറാണേ. ഞാനിപ്പോൾ കൊടുക്കുന്ന ഐറ്റംസ് താണ്ട ഈ കാണുന്നതൊക്കെയാണ്. പരിപ്പ്, ഗ്രീൻ പീസിൻ്റെ റോസ്റ്റ് ചെയ്തത്, മസാലക്കടല, റോസ്റ്റ് കടല, ഉപ്പ് കടല, അതുപോലെ സാദാ നിലക്കടലയില്ലേ, ആ ഐറ്റംസൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ മിഠായികളും കൊണ്ടുണ്ട് കേട്ടോ. ജീരക മിഠായി, നാരങ്ങ മിഠായി, പിന്നെ ചെറി, അത്രയും ഐറ്റംസേ ഉള്ളൂ. മുന്നേ വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരുപാട് സെയിലൊന്നും ഇല്ല. ഇപ്പോൾ സൺസ്മാർട്ട് ബിൽഡേഴ്സിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ ജോലി കഴിഞ്ഞിട്ട് വൈകിട്ടുള്ള കുറച്ച് സമയത്ത് മാത്രമേ സാധനങ്ങൾ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്ത് പാക്ക് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് കുറച്ച് തീരുന്ന അനുസരിച്ചുള്ള സാധനങ്ങൾ എടുത്താണ് പാക്ക് ചെയ്യുന്നത്. വൈകിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് വന്നതാണ്. ഇപ്പോൾ എനിക്ക് ഈ പാക്കിങ്ങിൻ്റെ വീഡിയോസൊന്നും ഇടാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വരാറില്ല. ഞാൻ ഈ പാക്ക് ചെയ്ത സാധനങ്ങൾ എടുക്കാനാണ് വരുന്നത്. ചില സമയത്തൊക്കെ പാക്ക് ചെയ്ത സാധനങ്ങൾ നമ്മളെ വീട്ടിൻ്റെ അതിലേ പോകുമ്പം എനിക്ക് അവിടെ കൊണ്ട് തരികയും ചെയ്യും. അപ്പോൾ പിന്നെ എനിക്കിവിടെ വന്നിട്ട് ഈ പാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളോ അതിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും പറഞ്ഞു തരാൻ കഴിയുന്നില്ല. കുറേ പേരൊക്കെ നമ്മുടെ അടുത്ത് മുന്നേ ഇത് പാക്ക് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിസിനസ് തുടങ്ങിയവരുടെയൊക്കെ ബിസിനസ് നന്നായി പോകണമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഞാൻ ആരുമായിട്ട് കോണ്ടാക്റ്റ് ഒന്നുമില്ല. നമ്മളെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ജസ്റ്റ് അടിയിൽ ഇങ്ങനെ കമൻറ്റൊക്കെ എഴുതിയിടും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല. എന്ന് വെച്ചാൽ എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷോർട്ട് വീഡിയോ മാത്രം ഇങ്ങനെ എടുത്തിടും. എന്നിട്ടോ അത് കാണാൻ അധികം ആരുമില്ല കേട്ടോ. പക്ഷേ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. അവരാരൊക്കെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അവർക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെയല്ല, എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യും കേട്ടോ. ഞാനിവിടെ വന്നപ്പോഴേ അസ്ന കിച്ചണിൽ എന്തോ ജോലിയിലാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഞാനൊന്ന് അകത്തോട്ട് എടുത്ത് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സെഞ്ചിക്ക്. വീട്ടിൽ നിന്ന് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഫോണ് ബാഗിലായതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ പ്രസംഗിച്ചാൽ വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്ക് കേൾക്കും. അപ്പം ഞാൻ വേഗം ഇവിടുന്ന് സ്ഥലം വിടട്ടെ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ട. കുടിക്കാൻ കുറച്ച് കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് വന്നാലും ബാഗിലും വണ്ടിയിലും എവിടെയും വെക്കാൻ പറ്റില്ല കേട്ടോ. കുടിക്കാൻ നേരത്തെ അത് ചൂടുള്ള വെള്ളമായിരിക്കും.
വൈകിട്ട് 5 മണിക്ക് ഇറങ്ങിയതാട്ടോ. ഈ നേരം വരെ വെള്ളം പോലും കുടിച്ചിട്ടില്ല. അങ്ങനെ അസ്നാൻ്റെ അടുത്ത് കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന തണുത്ത വെള്ളം ആട്ടോ എടുത്തുകൊണ്ട് തന്നത്. ഒരു മാസം ഒരു ദിവസം എല്ലാവർക്കും കൂടെ. ടാറ്റാ ബൈ ബൈ. എൻ്റെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു.